Arif Samuddin. Names Nakurle, final year student. Need 2020 അങ്ങോട്ട് കയറിയത് അന്നത്തെ റാങ്ക് 3075 ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇക്വിലിബ്രിയം ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടായിരുന്നു. അവിടെ നമ്മൾ ഹൈഡ്രജനും തമ്മിലുള്ള റിയാക്ഷൻ വെച്ച് നമ്മൾ Kp ഈക്വൽ ടു Kc എന്ന റിയാക്ഷൻ എന്താണ് ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിയിരുന്നു. പക്ഷെ എപ്പോഴും ഈ Kp ഈക്വൽ ടു Kc ആവത്തില്ല ഇല്ലേ? അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഹേബർ പ്രോസസ്സിലെ ഇക്വേഷൻ നോക്കാം. N2+3H2 2NH3 ആയിരുന്നു ഇക്വേഷനിൽ. അപ്പൊ ഇവിടെ എന്താണ് Kpയുടെ ഇക്വേഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ എന്താ പാർഷ്യൽ പ്രഷർ ഓഫ് അമോണിയയുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജന്റെ സ്ക്വയർ ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ, അങ്ങനെയല്ലേ വരും. ഹൈഡ്രജന്റെ ക്യൂബ് ആണ് 3H2. അപ്പൊ അത് എന്താണല്ലേ നമ്മൾ RT സ്ക്വയർ ഒക്കെ കട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇക്വേഷൻ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. Kp ഈക്വൽ ടു Kc ഇൻറ്റു RT റേസ് ടു -2 എന്ന് കിട്ടും. ഈ കേസിൽ നമുക്കൊരു ജനറൽ ഫോർമുലയിലേക്ക് എത്താൻ പറ്റും. Kp ഈക്വൽ ടു Kc ഇൻറ്റു RT റേസ് ടു ഡെൽറ്റ എൻ എന്നുള്ള ഫോർമുലയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഡെൽറ്റ എൻ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് products മൈനസ് റിയാക്ടൻസ്. അപ്പൊ ഈ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് എവർ പ്രോസസ്സിൽ N2+3H2 gives 2NH3 പ്രൊഡക്റ്റ് സൈഡിൽ നമുക്ക് 2 മോൾ NH3 ഉണ്ട്, 2 മോൾ ഗ്യാസ് മൊത്തത്തിൽ. റിയാക്ഷൻ സൈഡിൽ മൊത്തത്തിൽ 4 മോൾ ഉണ്ട്. അപ്പം ഡെൽറ്റ എൻ എന്ത് വരും? ഡെൽറ്റ എൻ നമുക്ക് 2 - 4 - 2. അപ്പൊ അതാണ് നമുക്ക് ഇവിടെ കിട്ടിയ Kp ഈക്വൽ ടു Kc RT റേസ് ടു -2 നമുക്ക് കിട്ടിയത്. അപ്പൊ അങ്ങനെ ഒരു ഫോർമുലയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഈ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത നമുക്ക് പറയാനുള്ളത് ഹെട്രോജിനിയസ് ഇക്വിലിബ്രിയം ആണ്. ഇപ്പൊ ഹോമോജിനിയസ് ഇക്വിലിബ്രിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരുന്നത്. എന്നുവെച്ചാൽ എല്ലാം ഒരേ ഫേസിലുള്ള റിയാക്ഷൻസും പ്രൊഡക്ട്സ്. ഇനി അടുത്ത ഹെട്രോജിനിയസ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം ഇൻ എ സിസ്റ്റം ഹാവിംഗ് മോർ ദാൻ വൺ ഫേസ് കോൾഡ് ഹെട്രോജിനിയസ് ഇക്വിലിബ്രിയം അല്ലേ? ഒന്നിൽ കൂടുതൽ ഫേസ് ഉള്ളതിനെ നമ്മൾ ഹെട്രോജിനിയസ് ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. ഇക്വിലിബ്രിയം ബിറ്റ്വീൻ വാട്ടർ വേപ്പർ ആൻഡ് ലിക്വിഡ് വാട്ടർ. നമ്മൾ കണ്ടെയ്നറിൽ ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിൽ വാട്ടർ വേപ്പറും വാട്ടറും തമ്മിലുള്ള ഇക്വിലിബ്രിയം നമ്മൾ എന്താണ് ഒരു ഹെട്രോജിനിയസ് ഇക്വിലിബ്രിയം ആണ്. കാരണം വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റ്, വാട്ടർ വേപ്പർ ഗ്യാസിയസ് സ്റ്റേറ്റ്. ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. In this example, there is a gas phase and a liquid phase. In the same way, equilibrium between a solid and its saturated solution. ഒരു സോളിഡിന്റെയും അതിന്റെ സാച്ചുറേറ്റഡ് സൊല്യൂഷന്റെയും തമ്മിൽ എന്താണ് ഇക്വിലിബ്രിയം എഴുതുമ്പോൾ അവിടെ അത് എന്താണ് ഹെട്രോജിനിയസ് ഇക്വിലിബ്രിയം ഉള്ളത്. കാരണം അക്വ സ്റ്റേറ്റ് ഉള്ളത് ഉണ്ട്, പിന്നെ അല്ലാണ്ട് സോളിഡ് ആയിട്ട് കിടക്കും. സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ ഷുഗർ സൊല്യൂഷൻ പറഞ്ഞപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ നമ്മൾ വീണ്ടും സാച്ചുറേറ്റ് ആയി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ സൊല്യൂട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്താ അവിടെ ഒരു ഇക്വിലിബ്രിയം ഫോം ചെയ്യും. ഈ സൊല്യൂഷനിലുള്ള സൊല്യൂട്ടും അല്ലാണ്ട് സെറ്റ് ചെയ്ത് ഇറങ്ങുന്ന സൊല്യൂട്ടും തമ്മിലൊരു ഇക്വിലിബ്രിയം ഉണ്ട്. അവർ കോൺസ്റ്റന്റ് ആയിട്ട് ഫേസ് മാറിക്കൊണ്ടിരിക്കുക നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അതേപോലെ ഒരു ഇക്വിലിബ്രിയം ഇവിടെ കാണാം. ഹെട്രോജിനിയസ് ഇക്വിലിബ്രിയ ഓഫൺ ഇൻവോൾവ് പ്യുവർ സോളിഡ്സ് ഓർ ലിക്വിഡ്സ്. ഹെട്രോജിനിയസ് മിക്കപ്പോഴും പ്യുവർ സോളിഡും ലിക്വിഡും കാണാറുണ്ട്. ഇവിടെ ആണെങ്കിൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്താണ് ഒരു പ്യുവർ സോളിഡ് ആണ്. We can simplify equilibrium expressions for the heterogeneous equilibrium involving a pure liquid or a pure solid as the molar concentration of a pure solid or liquid is constant. അപ്പൊ എന്താണ് പറയുന്നത്? ഇതൊരു ഹെട്രോജിനിയസ് ഇക്വിലിബ്രിയം വരുമ്പോൾ മിക്കപ്പോഴും അവിടെ ഒരു പ്യുവർ സോളിഡ് അല്ലെങ്കിൽ ഒരു പ്യുവർ ലിക്വിഡ് കാണും. അപ്പൊ നമ്മൾ എന്താണ് Kcയുടെ ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ പ്യുവർ സോളിഡിന്റെയും പ്യുവർ ലിക്വിഡിന്റെ കോൺസെൻട്രേഷൻ എഴുതുമ്പോൾ എന്താവും? അത് 1 ആയിട്ട് മാറും. അപ്പൊ അത് നമ്മൾ Kc എഴുതുമ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ഇവിടെ കാൽഷ്യം കാർബണിന്റെ ഡീകമ്പോസിഷൻ അവിടെ ഒരു ഇക്വിലിബ്രിയം കാണിക്കുന്നുണ്ട്. COCO3 COOയും COE2 ആവുന്നത്. അതിന്റെ കേസ് ചെയ്തുമ്പോൾ നമുക്ക് എന്തെങ്ങനെ വരിക? കോൺസെൻട്രേഷൻ ഓഫ് കാൽഷ്യം ഓക്സൈഡ് ഇന്റെ എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് CO2 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റ്. ഇവിടെ നോക്കുകയാണെങ്കിൽ കാൽഷ്യം ഓക്സൈഡും കാൽഷ്യം കാർബണേറ്റ് പ്യുവർ സോളിഡ്സ് ആണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് അവിടെ നമുക്ക് അവരുടെ രണ്ടുപേരുടെയും ടേം എന്താണ് കോൺസെൻട്രേഷൻ 1 ആയിട്ട് എടുക്കും. അപ്പൊ കേസ് എഴുതുമ്പോൾ നമുക്ക് അത് രണ്ടും എടുക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഇവിടെ ഈ CaOയും CaCO3 1 അത് പോകും. അപ്പൊ നമ്മുടെ കേസിന്റെ ഇക്വേഷൻ എന്ത് വരും? CO2 മാത്രം വരുന്നതായിരിക്കും നമ്മുടെ കേസിന്റെ ഇക്വേഷൻ. മാത്രമല്ല Kp എഴുതുമ്പോൾ എന്താ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് മാത്രമേ ഇവിടെ വരത്തുള്ളൂ. കാരണം കാർബൺ ഡയോക്സൈഡ് മാത്രമേ ഇവിടെ ഗ്യാസ് ആയിട്ടുള്ളൂ. ഓക്കെ,
This shows that at a particular temperature, there is constant concentration of pressure of CO2 in equilibrium with calcium oxide and COCO3. അപ്പൊ എന്താണ് ഇത് പറയുന്നത്? ഈ ഫോർമുലയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ടെമ്പറേച്ചറിൽ നമ്മളൊരു ടെമ്പറേച്ചറിലാണ് ഈ റിയാക്ഷൻ നടത്തുന്നത്. ആ ടെമ്പറേച്ചറിൽ എന്താണ് അവിടെ ഉള്ള CO2 എന്താണ് ഇവിടെയുള്ള CaOയും COCO3 ആയിട്ട് ഇക്വിലിബ്രിയത്തിൽ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. Experimentally, it has been found that 1100 Kelvin, the pressure of CO2 in equilibrium with CO, CO3 and CO is 2 into 10 raised to 5 Pascal. ഇപ്പം 1100 കെൽവിനിൽ CO3 CO2 ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന CO2 പ്രഷർ അവർ 2 into 10 raised to 5 Pascal എന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ KP വാല്യൂ എന്ത് വരും? PCO2 പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്ത് വരും? 2 into 10 raised to 5 by 10 raised to 5 Pascal അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ത് വരും? KP വാല്യൂ 2 വരും. അതേപോലെ തന്നെ ഇവിടെ നിക്കലും കാർബൺ മോണോക്സൈഡ് തമ്മിലുള്ള റിയാക്ഷൻ എന്താ? നിക്കലിന് പ്യൂരിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് മെറ്റലർജി പഠിക്കുന്നതാണ്. നിക്കലിന് പ്യൂരിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ്. അവിടുത്തെ കേസ് എഴുതുമ്പോൾ നമ്മുടെ നിക്കൽ ഇൻക്ലൂഡ് ചെയ്യത്തില്ല, കാരണം അവിടെ നിക്കൽ പ്യൂർ സോളിഡ് ആണ്. അപ്പൊ കേസ് NaCO4ഉം CO മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് അവിടെ. ഈ പാരഗ്രാഫ് എന്താണ്? ഒരു ഹെറ്ററോജനസ് ഇക്വിലിബ്രിയം ആണെങ്കിൽ റിയാക്ഷനിൽ പ്യൂർ സോളിഡ് ലിക്വിഡോ കാണും, പക്ഷെ അവരുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുമ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ നമ്മുടെ ഇക്വേഷനിൽ വരത്തില്ല. ഓക്കെ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. Before considering the applications of equilibrium constant, let us summarize the important features of equilibrium constant. Equilibrium constant important features എന്തൊക്കെയാണ്? ഒന്ന്, expression for equilibrium constant is only applicable when concentration of the reactants and products have attained constant value at equilibrium state. അപ്പൊ എന്താണ് നമുക്ക് ഒരു റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ എപ്പോഴാണ് എഴുതാൻ പറ്റുക? ആ റിയാക്ഷനിൽ ഉള്ള റിയാക്ടന്റെയും പ്രോഡക്റ്റിന്റെയും കോൺസെൻട്രേഷൻ എന്താണ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുമ്പോൾ, മാറാണ്ട് നിൽക്കുമ്പോൾ മാത്രമാണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അറ്റൈൻ കഴിഞ്ഞിട്ടേ നമുക്ക് KCയുടെ വാല്യൂ എഴുതാൻ പറ്റത്തുള്ളൂ. ദ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് പ്രൊഡക്റ്റ്. അപ്പൊ ആദ്യം എത്ര റിയാക്ടന്റ് ഉണ്ടോ പ്രൊഡക്റ്റ് ഉണ്ടോ എന്നുള്ളത് എന്താണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അറ്റൈൻ ചെയ്തിട്ടുള്ള കോൺസെൻട്രേഷൻ ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, equilibrium constant is temperature dependent, having one unique value for a particular reaction represented by a balanced equation at a given temperature. ഇപ്പൊ എന്താണ് ഒരു ടെമ്പറേച്ചറിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന് ഒറ്റ യൂണിക് വാല്യൂ ഉള്ളൂ. അപ്പൊ ടെമ്പറേച്ചർ മാറുമ്പോഴേ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ മാറും. The equilibrium constant for the reverse reaction is equal to the inverse of the equilibrium constant. നമ്മൾ പഠിച്ചാണ് ഫോർവേഡ് റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC ആണെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അപ്പൊ എന്താവും? 1/KC ആയിരിക്കും. ഓക്കെ, അഞ്ചാമത്തത് the equilibrium constant K for a reaction is related to the equilibrium constant to the corresponding reaction whose equation is obtained by multiplying or dividing the equation for the original reaction. നമ്മൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണ്. ആ റിയാക്ഷൻ നമ്മൾ മൊത്തത്തിൽ ഒരു n ഇൻറ്റീജർ വെച്ച് ഇൻറ്റു ചെയ്യുകയാണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ത് പറ്റും? ചേഞ്ച് ഉണ്ടാവുക. അത് ആ വാല്യൂവിന് നമ്മൾ എക്സ്പോണൻഷ്യൽ ആയിട്ട് നമ്മൾ വിടണം. ആ ചേഞ്ച് അവിടെ ഉണ്ടാവും. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻസിലേക്ക് പോകാം. അപ്പൊ ആപ്ലിക്കേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്തൊക്കെയാണ്? ഒന്ന്, ടു പ്രെഡിക്റ്റ് ദി എക്സ്റ്റെന്റ് ഓഫ് എ റിയാക്ഷൻ ഓൺ ദി ബേസിസ് ഓഫ് മാഗ്നിറ്റ്യൂഡ്. ഇപ്പൊ KCയുടെ മാഗ്നിറ്റ്യൂഡ് വെച്ച് നമുക്ക് റിയാക്ഷൻ എത്രത്തോളം നടക്കും, അല്ലെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ എത്രത്തോളം നടക്കും, ബാക്ക്വേർഡ് റിയാക്ഷൻ എത്രത്തോളം നടക്കും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്താണ്? ടു പ്രെഡിക്റ്റ് ദി ഡയറക്ഷൻ ഓഫ് ദി റിയാക്ഷൻ. ഇപ്പം റിയാക്ഷന്റെ ഡയറക്ഷൻ, ഇപ്പം നമുക്കൊരു ഒരു ഇനിഷ്യലി നമ്മളൊരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, റിയാക്ഷൻ ഫോർവേഡ് ആയിരിക്കും ബാക്ക്വേർഡ് ആയിരിക്കും നടക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. മൂന്നാമത് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റും അല്ലെ? ഓരോ റിയാക്ടന്റെയും പ്രൊഡക്റ്റിന്റെയും ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ കോൺസെൻട്രേഷൻ എന്താണെന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓരോ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞു എക്സ്റ്റെന്റ് ഓഫ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷൻ ആണോ കൂടുതൽ നടക്കുക, ബാക്ക്വേർഡ് റിയാക്ഷൻ ആണോ കൂടുതൽ നടക്കുക? അത് രണ്ടും ഏകദേശം ഒരേപോലെയാണ് നടക്കുക. വെച്ചാൽ നിയർ കംപ്ലീഷൻ, ഇക്വിലിബ്രിയം സ്റ്റേറ്റ് നിയർ കംപ്ലീഷനിലായിരിക്കോ, അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ പറയുന്നു ഇക്വിലിബ്രിയം നമുക്ക് 3 രീതിയിൽ അറ്റൈൻ ചെയ്യാന്ന് പറഞ്ഞില്ലേ. ഒന്നാമത്തെ കേസ് എന്ന് വെച്ചാൽ റിയാക്ടന്റ് ഓൾമോസ്റ്റ് മൊത്തം റിയാക്ട് ചെയ്ത് പ്രൊഡക്ട്സ് ഫോം ചെയ്തു അല്ലെ. രണ്ടാമത്തെ കേസിൽ റിയാക്ടന്റ് കുറച്ച് മാത്രമേ റിയാക്ട് ചെയ്ത് പ്രൊഡക്റ്റ് ഫോം ചെയ്തിട്ടുള്ളൂ. അപ്പൊ അവിടെ മെജോറിറ്റിയും കൂടുതൽ ബാക്കിയുള്ളത് റിയാക്ടൻസ് ആയിരിക്കും. അങ്ങനെയുള്ള ഇക്വിലിബ്രിയം. മൂന്നാമത്തത് റിയാക്ടൻസും പ്രൊഡക്ട്സും ഓൾമോസ്റ്റ് സെയിം ക്വാണ്ടിറ്റിയിൽ നിൽക്കുന്നു. അങ്ങനത്തെ ഇക്വിലിബ്രിയം. ഈ 3 പോസിബിലിറ്റി ഉണ്ട്. ഏതാണ് നടക്കുക എന്നുള്ളത് വെച്ച് നമുക്ക് KCയുടെ വാല്യൂ വെച്ച് നമുക്ക് പറയാൻ പറ്റും. എങ്ങനെ നമുക്ക് നോക്കാം. The numerical value of the equilibrium constant for a reaction indicates the extent of the reaction. KCയുടെ ന്യൂമറിക്കൽ വാല്യൂ വെച്ച് നമുക്ക് റിയാക്ഷൻ എത്രത്തോളം നടക്കും
നമുക്ക് പറയാൻ പറ്റും. But it is important to note that an equilibrium constant does not give any information about the rate at which the equilibrium is. അപ്പോൾ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് വെച്ചാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താണ്, നമുക്ക് റിയാക്ഷൻ എത്രത്തോളം എക്സ്റ്റെൻഡ് റിയാക്ഷന്റെ എക്സ്റ്റെൻഡ് നമുക്ക് പറയാൻ പറ്റും, പക്ഷെ ആ റിയാക്ഷൻ നടക്കുന്നതിന്റെ റേറ്റ് നമുക്ക് ഒരിക്കലും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വെച്ച് പറയാൻ പറ്റില്ല. The magnitude of Kc or Kp is directly proportional to the concentration of products. നമ്മൾ കേസ് എഴുതുമ്പോൾ എന്താക്കുക, കേസ് എഴുതുമ്പോൾ എന്താണ് ന്യൂമറേറ്ററിൽ വരുന്ന എന്താണ് പ്രൊഡക്ട്സിന്റെ കോൺസെൻട്രേഷൻ ആണ് വരുന്നത്, മാത്രമല്ല ഡിനോമിനേറ്ററിൽ വരുന്നത് റിയാക്ടന്റ് കോൺസെൻട്രേഷൻ. അപ്പം കേസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വാല്യൂ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് നമുക്ക് പറയാം. This implies that a high value of K is suggestive of a high concentration of products and vice versa. അപ്പം Kcയുടെ വാല്യൂ ഹൈ ആണെങ്കിൽ അതിനർത്ഥം എന്താണ്, പ്രൊഡക്ട്സിന്റെ കോൺസെൻട്രേഷൻ ആണ് കൂടുതലെന്ന്. Kcയുടെ വാല്യൂ ചെറുതാണെങ്കിൽ റിയാക്ഷന്റെ കോൺസെൻട്രേഷൻ ആണ് കൂടുതൽ നമുക്ക് പറയാം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കുറച്ച് ജനറലൈസേഷൻസ് പറയാം. Kcയുടെ വാല്യൂ 10⁻³ മേലെ പോവുകയാണെങ്കിൽ, അല്ലേ, 10⁻³ മേലെ പോവുകയാണെങ്കിൽ പ്രൊഡക്ട്സ് ആയിരിക്കും റിയാക്ഷനേക്കാളും ഒരുപാട് കൂടുതൽ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അതിന്റെ കുറച്ച് എക്സാമ്പിൾ ആണ് ഇവിടെ 500 കെൽവിനിൽ H2O2 കൂടെ റിയാക്ട് ചെയ്യുന്നത്. ഇവിടെ Kcയുടെ വാല്യൂ 2.4 × 10⁻40 ആണ്. അപ്പൊ അവിടെ പ്രൊഡക്റ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ. അതേപോലെ ഹൈഡ്രജനും ക്ലോറിനും തമ്മിലുള്ള റിയാക്ഷനിൽ അതും നമുക്ക് 10⁻31 പവറുള്ള ആണ് Kc അവിടെ വരുന്നത്. പിന്നെ അതേപോലെ ഹൈഡ്രജനും ബ്രോമിനും തമ്മിൽ അവിടെയും നമുക്ക് 10⁻80. അപ്പൊ ഇതെല്ലാം എന്താണ് Kcയുടെ വലിയ വാല്യൂ ആണ്. അപ്പൊ ഇതൊക്കെ എന്താണ് പറയുന്നത്, റിയാക്ഷൻ ഇക്വിലിബ്രിയം വരുന്നത് എങ്ങനെയായിരിക്കും, കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടാകുന്ന സൈഡിലായിരിക്കും ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. ഇനി Kcയുടെ വാല്യൂ 10⁻³ താഴെ പോയാൽ എന്ന് വെച്ചാൽ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ കൂടുന്ന അവസ്ഥ എന്ന് വെച്ചാൽ വളരെ കുറച്ച് റിയാക്ടൻസ് മാത്രമേ പ്രൊഡക്ട്സ് തരുന്നുള്ളൂ. പ്രൊഡക്റ്റിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഇക്വിലിബ്രിയം സ്റ്റേറ്റുകൾ അവിടെയാണ് എന്ത് Kc ലെസ് ദാൻ 10⁻³ വരുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് H2O ഡീകമ്പോസിഷൻ 10⁻48, പിന്നെ N2O2 കൂടെ കമ്പൈൻ ചെയ്ത് എന്നെ ഉണ്ടോ നമുക്ക് 10⁻31 പവർ വരുന്നതാണ്. ഇതൊക്കെ വളരെ കുറച്ച് മാത്രം പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്ന റിയാക്ഷൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഇക്വിലിബ്രിയം ആണ് ഇതൊക്കെ. ഇനി Kc എന്താണ് 10⁻3യുടെയും 10⁻3യുടെ ഇടയിൽ വന്നാൽ നമ്മൾ അവസാനം പറഞ്ഞ കേസാവും എന്താണ് ഓൾമോസ്റ്റ് ഈക്വൽ കോൺസെൻട്രേഷൻ ഉള്ള റിയാക്ഷൻസ് പ്രൊഡക്ട്സ്. അങ്ങനെയുള്ള കുറച്ച് റിയാക്ഷൻസിന്റെ എക്സാമ്പിൾ ആണ് വരുന്നത്. H2 I2 കൂടെ റിയാക്ട് ചെയ്ത് HI തരുന്നുണ്ട് 57, Kc 57 വരുന്നു. പിന്നെ N2O4 ഡീകമ്പോസ് ചെയ്ത് NO2 ആവുന്നത് 4.64 10⁻³ അപ്പൊ 10⁻³ to 10⁻³ റേഞ്ച് വരുന്നത് ഇങ്ങനെയുള്ള പ്രോസസ് ആണെന്ന് ആലോചിക്കുക. നമ്മൾ എക്സ്റ്റെന്റ് ഓഫ് റിയാക്ഷൻ പറഞ്ഞു, എങ്ങനെയാണ് പറയുന്നത്, Kcയുടെ വാല്യൂസ് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്ത എന്താണ്, പ്രെഡിക്ട് ദി ഡയറക്ഷൻ ഓഫ് ദി റിയാക്ഷൻ. ഏത് സൈഡിലായിരിക്കും റിയാക്ഷൻ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ചേഞ്ചസ് വരുത്തുമ്പോൾ. The equilibrium constant helps in predicting the direction of in which a reaction will proceed at any stage. അപ്പൊ ഏതെങ്കിലും സമയത്ത് റിയാക്ഷൻ ഏത് സൈഡിലാണ് പോകാൻ പോകുന്നത് എന്നൊക്കെ പറയാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ പറയാൻ പോകുന്ന ഒരു ടേം ആണ് റിയാക്ഷൻ കോഷ്യന്റ്. റിയാക്ഷൻ കോഷ്യന്റ് നമ്മൾ Q വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള കോൺസ്റ്റന്റ് Kc എന്ന് എടുത്തല്ലേ, എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട്സ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാത്ത ഏതെങ്കിലും ഒരു അവസ്ഥ എന്ന് വയ്ക്കുക, എന്നാൽ ഇക്വിലിബ്രിയത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയെന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ്, ഇപ്പൊ കോൺസെൻട്രേഷൻ ഇക്വിലിബ്രിയത്തിലുള്ള കോൺസെൻട്രേഷൻ ആയിരിക്കത്തില്ല. അപ്പൊ ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കോൺസ്റ്റന്റ് ആണ് റിയാക്ഷൻ കോഷ്യന്റ് അല്ലെങ്കിൽ Qc. ഇക്വിലിബ്രിയത്തിൽ അല്ലാത്തപ്പോൾ ഉള്ള കോൺസെൻട്രേഷനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് Qc. അത് ആലോചിക്കുക. അപ്പൊ ഈ Qcയുടെ വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് റിയാക്ഷൻ ഏത് സൈഡിലോട്ടാണ് പ്രൊസീഡ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ എങ്ങനെയാ നമുക്ക് നോക്കാം. റിയാക്ഷൻ കോഷ്യന്റ് Q is defined as the same way as the equilibrium constant Kc, except that the concentration in Qc are not necessarily equilibrium values for a generation. ഇപ്പൊ എന്താണ് പറയുന്നത്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പറയുന്ന പോലെ തന്നെയാണ് Qc പറയുന്നത്. പക്ഷെ അവിടെ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ഷൻ റിയാക്ടൻസും ഇക്വിലിബ്രിയത്തിലുള്ള കോൺസെൻട്രേഷൻ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ നമുക്കൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. എന്താണ് AA gives BB, AA plus BB gives CC plus DD. ഇപ്പൊ ഇങ്ങനെ ഒരു ജനറൽ റിയാക്ഷൻ ഉണ്ട്. അതിന്റെ Qc നമുക്ക് ഇങ്ങനെ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട്സ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഇങ്ങനെ എഴുതാം. അപ്പൊ ആലോചിക്കാം, Qcയുടെ വാല്യൂ Kcനെക്കാളും കൂടുക, അതാണ് കേസ് എങ്കിൽ എന്താണ്, അങ്ങനെയാണെങ്കിൽ
കൂടുതൽ ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും നടക്കാൻ പോകുന്നത്. കാരണം എന്താ, അവിടെ ഒന്നുകിൽ പ്രൊഡക്ട്സ് വല്ലാണ്ട് കൂടി നിൽക്കുന്നു, അല്ലെങ്കിൽ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ടാണ് QC ഗ്രേറ്റർ ദാൻ KC ആവുന്നത്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി റിവേഴ്സ് റിയാക്ഷൻ ആയിരിക്കും കൂടുതൽ നടക്കുക, അല്ലേ? അപ്പൊ QC ഗ്രേറ്റർ ദാൻ KC ആണെങ്കിൽ റിവേഴ്സ് കൂടുതൽ നടക്കും. ഇനി QC ലെസ് ദാൻ KC ആണെങ്കിലോ നേരെ തിരിച്ച് ഫോർവേഡ് പ്രോസസ് കൂടുതൽ നടക്കും, അല്ലേ? ഇനി QC ഈക്വൽ ടു KC ആണെങ്കിൽ എന്താ, അത് ഇക്വിലിബ്രിയം ആയി. അപ്പൊ എന്താ, ഫോർവേഡും ബാക്ക്വേർഡ് റിയാക്ഷൻ എന്താണ് ഒരേപോലെ നടക്കും. അതാണ് അതിന്റെ ഒരു ലോജിക് എന്ന് പറയുന്നത്. അപ്പൊ ഫോർവേഡും ബാക്ക്വേർഡും ഒരേപോലെ നടക്കുന്ന പറഞ്ഞാൽ എന്താ, അത് ഇക്വിലിബ്രിയം എത്തിയെന്ന് തന്നെ പറയാൻ പറ്റും. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് അവിടെ ഹൈഡ്രജനും അയഡിനും കൂടെ റിയാക്ട് ചെയ്ത് HI ഉണ്ട്, ഹൈഡ്രജൻ അയഡിൻ ഉണ്ടാകുന്ന റിയാക്ഷൻ. ഓക്കെ, അവിടെ നമുക്ക് KCയുടെ വാല്യൂ 57 തന്നിട്ടുണ്ട്, 700 കെൽവിൻ. നമുക്ക് ഹൈഡ്രജന്റെയും അയഡിന്റെയും കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, അല്ലേ? ആണ്ട് H2ന്റെ 0.1, I2ന്റെ 0.2, HIയുടെ 0.4. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്താ QC കണ്ടുപിടിക്കാം. QC കണ്ടുപിടിച്ച് നമുക്കറിയാം എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് HI അതിന്റെ സ്ക്വയർ, കാരണം സ്റ്റോയിഷ്യോമെട്രിയിൽ 2 ഉണ്ട്, ബൈ കോൺസെൻട്രേഷൻ ഓഫ് H2 into കോൺസെൻട്രേഷൻ ഓഫ് I2. HIയുടെ 0.4 സ്ക്വയർ ബൈ 0.1 into 0.2 എന്നത്. So 0.16 by 0.02. So 8 വരും. QC equal to 8 നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് എന്താ, ഇവിടെ KC വന്നേക്കുന്നത് എത്രയാ, 57 ആണ്. ഇവിടെ നോക്കുമ്പോൾ എന്താ, QC ലെസ് ദാൻ KC ആണ്. എന്ന് വെച്ചാൽ എന്താ, ഇവിടെ കൂടുതൽ ഫോർവേഡ് റിയാക്ഷൻ ഇവിടെ കൂടുതലായിട്ട് നടക്കും. ഏതുവരെ ഈ ഫോർവേഡ് റിയാക്ഷൻ നടക്കും? QC ഈക്വൽ ടു KC ആവുന്നത് വരെ ഈ ഫോർവേഡ് റിയാക്ഷൻ ബാക്ക്വേർഡ് റിയാക്ഷനേക്കാളും കൂടുതലായിട്ട് നടക്കും. ഓക്കെ, അതാണ് അതിന്റെ ലോജിക്. ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയം അല്ലാത്ത ഏതൊരു സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ആ സ്റ്റേറ്റിൽ ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും കൂടുതൽ നടക്കാൻ പോവുക, ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും കൂടുതൽ നടക്കാൻ പോവുക എന്ന് നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റും QCയുടെ വാല്യൂ അറിഞ്ഞാൽ. അപ്പൊ അത് QCയും KC അറിയാമെങ്കിൽ നമുക്ക് ഏത് സൈഡിലോട്ടാണ് നടക്കുന്നത് പറയാൻ പറ്റും. അതാണ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ പറയുന്നത്. ഓക്കെ, അത് സമ്മറൈസ് ചെയ്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്, QC ലെസ് ദാൻ KC ആണെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ ലെഫ്റ്റ് റൈറ്റ് എന്ന് വെച്ചാൽ ഫോർവേഡ് റിയാക്ഷൻ കൂടുതൽ നടക്കും. QC ഗ്രേറ്റർ ദാൻ KC എന്ന് പറഞ്ഞാൽ എന്താണ്, റിയാക്ഷൻ കുറച്ചും റൈറ്റ് ലെഫ്റ്റ് അല്ലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടുതൽ നടക്കും. QC ഈക്വൽ ടു KC ആണെങ്കിൽ നെറ്റ് റിയാക്ഷൻ ആണ്. എന്ന് വെച്ചാൽ എന്താ, ഫോർവേഡും ബാക്ക്വേർഡും ഒരേ റേറ്റിൽ നടക്കുന്നു. അതാണ് നെറ്റ് റിയാക്ഷൻ 0 എന്ന് പറയും. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്താണ്, കാൽക്കുലേറ്റിംഗ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ. ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് KCയുടെ വാല്യൂ അറിഞ്ഞാലും പറ്റും. ഇതെങ്ങനെ നമുക്ക് നോക്കാം. അപ്പൊ നമുക്കുള്ളിൽ ഈ നമുക്ക് തന്നേക്കുന്ന പ്രോബ്ലം 6.8 നമുക്ക് സോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാം. ഓക്കെ, എന്താണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എന്താണ്, 13.8 gram of N2O4 was placed in a 1 liter reaction vessel at 400 Kelvin allowed to attain equilibrium. ഇതാണ് ഇക്വിലിബ്രിയം. ഇപ്പൊ N2O4 13.8 gram N2O4 നമ്മളൊരു വെസലിൽ എടുത്ത് വെച്ചു. അതിങ്ങനെ ഇക്വിലിബ്രിയം ഉണ്ടാവുന്നു. അപ്പൊ ഇക്വിലിബ്രിയത്തിലുള്ള കോൺസെൻട്രേഷൻ ടോട്ടൽ പ്രഷർ അറ്റ് ഇക്വിലിബ്രിയം വാസ് ഫൗണ്ട് ടു ബി 9.1. ഇക്വിലിബ്രിയത്തിലുള്ള ടോട്ടൽ പ്രഷർ നമുക്ക് 9.15 ബാർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ KCയും KPയും പാർഷ്യൽ പ്രഷർ ഇക്വിലിബ്രിയം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് N2O4 റിവേഴ്സിബിളി ഗീവ്സ് 2NO2. ഇതാണ് നമ്മുടെ റിയാക്ഷൻ, രണ്ടും ഗ്യാസ് ആണ്. അപ്പൊ നമുക്ക് 13.8 gram N2O4 ആണ് തന്നിട്ടുണ്ട്. ഇത് എത്ര മോൾസ് നമ്മൾ ആദ്യം നോക്കാം. എത്ര, ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ് ഓഫ് N2O4 എത്രയാ, 92. എന്നുവെച്ചാൽ ഇത് 0.15 മോൾ നമുക്ക് തുടക്കത്തിലുണ്ട്. ഓക്കെ, ഇത് നമുക്ക് സൈഡിലോട്ട് ഓക്കെ, നമുക്ക് തുടക്കത്തിൽ 0.15 മോൾസ് ഓഫ് N2O4 ഉണ്ട്. അത് നമ്മളിവിടെ താഴെ എഴുതുന്നു. ഓക്കെ,
അപ്പൊ റിയാക്ഷൻ തുടങ്ങുമ്പോൾ എന്താ NO2 ഒരു മോള് പോലും ഇല്ല, 0 മോൾസ് ആണുള്ളത്. അപ്പൊ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇനി ഇത് ഇക്വിലിബ്രിയത്തിൽ എത്തി എന്ന് വിചാരിക്കാം. ഓക്കെ, ഇക്വിലിബ്രിയത്തിൽ എത്തി, N2O4 ഉം ഈ 2NO2 ഇക്വിലിബ്രിയത്തിൽ എത്തി. അപ്പൊ എന്താ ഈ 0.15 മോളിൽ നിന്ന് കുറച്ച് റിയാക്ട് ചെയ്ത് കാണുമല്ലോ, ഒരു എക്സ് എമൗണ്ട് റിയാക്ട് ചെയ്ത് കാണും. അപ്പൊ എക്സ് മൈനസ് ചെയ്തു. ഓക്കെ, ഇവിടുന്ന് എക്സ് മൈനസ് ആയാൽ ഇവിടെ എന്താ, ഇവിടെ അതിന്റെ ഡബിൾ NO2 ഉണ്ടാവും, കാരണം സ്റ്റോയിയോമെട്രിയിൽ 2 ഉണ്ട്. ഇവിടുന്ന് എക്സ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2x ഫോം ചെയ്യും. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് ടോട്ടൽ പ്രഷർ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിന് നമ്പർ ഓഫ് മോൾസ് എടുത്തിട്ട് കാര്യമില്ല, ഇതിന് ആദ്യം പ്രഷർ ആണ്. നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടി, അത് വെച്ച് നമുക്ക് PV ഈക്വൽ ടു NRT ചെയ്യാം. അവിടെ നമുക്ക് P കിട്ടും. വോളിയം ഓഫ് വെസൽ നമുക്ക് 1 ലിറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ V എന്തായാലും 1 ആയി പോകും. അപ്പൊ NRT മാത്രമേ നമുക്ക് വരിക. അപ്പൊ NRT നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രഷർ കിട്ടുന്ന എത്രയാ, 4.98 ആണ്. ഓക്കെ, അപ്പൊ ആദ്യം ഇതിന്റെ മൊത്തത്തിലുള്ള പ്രഷർ എന്ന് പറയുന്നത് 4.98 ആയിരുന്നു. 4.98 ബാർ ആണ്. ഇക്വിലിബ്രിയത്തിൽ ഇതിന്റെ പ്രഷർ എത്രയായി, 9.15 ബാർ ആയി. 4.98 നിന്ന് നമുക്കൊരു എക്സ് പോയി, എന്നാൽ ഇവിടെ 2x ആവും. 4.98 മൈനസ് എക്സ് പ്ലസ് 2x എന്ന് പറയുന്നത് നമുക്ക് എത്ര ടോട്ടൽ പ്രഷർ വന്നേക്കുന്നത്, ഇത് ഇത്രയാണ് ഇത് ഇക്വിലിബ്രിയത്തിലുള്ള ടോട്ടൽ പ്രഷർ. അത് നമുക്ക് 9.15 ആണ് തന്നിട്ടുണ്ട്. എന്നുവെച്ചാല് 4.98 പ്ലസ് എക്സ് എന്ന് പറയുന്നത് 9.15 ആണ്. എക്സ് ഈക്വൽ ടു 9.15 മൈനസ് 4.98 വരും. അവിടെ നമുക്ക് എക്സ് എന്ന് പറയുന്ന എക്സിന്റെ വാല്യൂ നമുക്ക് 4.17 എന്ന് കിട്ടും. അപ്പൊ 4.17 കിട്ടിയാൽ നമുക്ക് എന്താ ഓരോന്നിന്റെ പാസ്റ്റ് പ്രഷർ എഴുതാം. ഇവിടെ P/O4 എന്ന് പറയുന്നത് 4.98 മൈനസ് എക്സ് ആണ്. അപ്പൊ 4.98 മൈനസ് 4.17 എന്ത് വരും, അത് 0.81 എന്ന് വരും. അപ്പൊ അതാണ് അതിന്റെ പാർഷ്യൽ പ്രഷർ. ഇനി PNO2 എന്ന് പറയുന്നത് എന്താണ്, 2x ആണ്. 2xന്റെ വരെ എന്ത് വരും, 8.34. 2 into 4.17 8.34 വരും. ഓരോന്നിന്റെ പാർഷ്യൽ പ്രഷർ നമ്മൾ കണ്ടുപിടിച്ചു. പാർഷ്യൽ പ്രഷർ കണ്ടുപിടിച്ചല്ലോ. അതിൽ നിന്ന് തന്നെ അതാണ് ഓരോന്നിന്റെയും ഇക്വിലിബ്രിയത്തിലുള്ള ഓരോന്നിന്റെ പാർഷ്യൽ പ്രഷർ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതാണ് എന്റെ ലോജിക്ക് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ KP യും KC എല്ലാം കണ്ടുപിടിക്കും. KP യുടെ വാല്യൂ എന്താ, KP യുടെ വാല്യൂ PNO2 സ്ക്വയർ ബൈ P/O4 ആണ്. ഈ വാല്യൂസ് ഇട്ട് കൊടുത്താൽ KP കിട്ടി. ഇനി KC എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, നമുക്കറിയാം KP ഈക്വൽ ടു KC RT റേസ് ടു ഡെൽറ്റ N ആണ് നമുക്കറിയാം. അപ്പൊ ഡെൽറ്റ N എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ KP ഈക്വൽ ടു KC ഇൻറ്റു RT എന്ന് വരും. അപ്പൊ KC യുടെ വാല്യൂ എന്ത് വരും, KP ബൈ RT വരും. ഇതിൽ നിന്നെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇല്ല, അപ്പൊ അത് ഇത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇനിഷ്യൽ കോൺസെൻട്രേഷനും അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷർ അല്ലെങ്കിൽ ടോട്ടൽ ഫൈനൽ എമൗണ്ട് ഓഫ് നമ്പർ ഓഫ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇക്വിലിബ്രിയം, ഓരോന്നിന്റെ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ എത്രയാണ് നമുക്ക് KCയുടെ വാല്യൂ പറഞ്ഞാൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, നോക്കുകയാണെങ്കിൽ ഇതും കൂടെ ചെയ്ത് നോക്കാം. അതാണ്ട് ഒരു കണ്ടെയ്നറിൽ 3 മോൾ PCl5 വെച്ചിട്ടുണ്ട്, 1 ലിറ്റർ ക്ലോസ്ഡ് കണ്ടെയ്നർ. ഇപ്പൊ വോളിയം തന്നിട്ടുണ്ട്, കണ്ടെയ്നറിന് വോളിയം തന്നിട്ടുണ്ട്, ആദ്യം എത്ര മോള് വെച്ചും തന്നിട്ടുണ്ട്, N തന്നിട്ടുണ്ട്, KCയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ 3 സാധനം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് റിയാക്ഷൻ ആദ്യം ചെയ്ത് നോക്കാം. എന്താണ് PCl5 ഇതാണ് PCl3 പ്ലസ് Cl2 തരും. ആദ്യം നമുക്ക് 3 മോൾസ് ആണ് തന്നിട്ടുള്ളത് അറിയാം. ആദ്യം 3 മോൾസ് ആയിരുന്നു, പ്രൊഡക്ട്സ് 0 ആയിരുന്നു. 3 മോളിൽ നിന്ന് ഒരു എക്സ് എമൗണ്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ് എമൗണ്ട് കാണും, ഇവിടെ എക്സ് എമൗണ്ട് കാണും. നമുക്കറിയാം KC എന്ന് പറഞ്ഞാൽ എന്താ, കോൺസെൻട്രേഷൻ ഓഫ് ഇവിടെ PCl3 into concentration of Cl2 by concentration of PCl5. അതിന്റെ വാല്യൂ നമുക്ക് എത്രയാണ് തന്നിട്ടുണ്ട്, 1.8 ആണ് തന്നിട്ടുണ്ട്. PCl3യുടെ കോൺസെൻട്രേഷൻ ഇവിടെ എന്താ, എക്സ് ആണ്. അതിന്റെ Cl2ന്റെ കോൺസെൻട്രേഷൻ എക്സ്, അത് ഡിവൈഡഡ് ബൈ 3 മൈനസ് എക്സ്, അതിന്റെ വാല്യൂ 1.8 ആണ്. അവിടെ നമുക്ക് എക്സ് സോൾവ് ചെയ്തെടുക്കാം. ഈ ഇക്വേഷൻ എന്താണ്, എക്സ് സോൾവ് ചെയ്തെടുക്കാം. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അവിടെ നമുക്ക് എക്സ് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ 1.159 എന്ന് വരും. 1.159 കിട്ടി.
അപ്പൊ അത് വെച്ച് എന്താ നമുക്ക് ഓരോന്നിന്റെ കോൺസെൻട്രേഷൻ എഴുതാം. 3 - x വരും PCl5 കോൺസെൻട്രേഷൻ, അത് എന്താ 1.41 വരും. ഇവിടെ 1.59, ഇവിടെ 1.5. ഓരോന്നിന്റെ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ നമുക്ക് KCയുടെ വാല്യൂ അറിഞ്ഞപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K, റിയാക്ഷൻ കോഷ്യന്റ് Q ആൻഡ് ഗിബ്സ് എനർജി. അപ്പം KCയും QCയും എന്താണ് ഗിബ്സ് എനർജിയും തമ്മിലുള്ള റിലേഷൻ എന്താ നമുക്ക് നോക്കാം. The value of Kc of a reaction does not depend on the rate of reaction. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് എന്താണ് Kc എന്ന് പറയുന്നത് റിയാക്ഷൻ എക്സ്റ്റന്റിനെ മാത്രം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, പക്ഷെ റേറ്റ് പറയാൻ പറ്റും. പക്ഷെ എന്താണ് KCയുടെ വാല്യൂ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ ഗിബ്സ് എനർജി ആയിട്ട് ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ഫോർമുല, ΔG0 - RT ln K നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ΔG നെഗറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്, ഫോർവേഡ് ഡയറക്ഷനിൽ നടക്കും. ΔG പോസിറ്റീവ് ആണെങ്കിൽ എന്താണ് ഫോർവേഡ് റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഇപ്പൊ നെഗറ്റീവ് എന്താണ് ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും സ്പോണ്ടേനിയസ് ആവുക. ΔG0 ആണെങ്കിൽ എന്താ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആയി. നമുക്കറിയാം എന്താണ് ΔG0 + RT ln Q ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാവുമ്പോൾ എന്ത് പറ്റും, ഈ ΔG0 ആയി പോകും. ഈ ln Q എന്താണ് റിയാക്ഷൻ കോൺസ്റ്റന്റ് ആണ്. ഇക്വിലിബ്രിയത്തിന് സ്റ്റേറ്റ് ആകുമ്പോൾ QC എന്താവും KC ആവും. അങ്ങനെയാണ് എന്താ നമുക്ക് ഈ ഫോർമുലയിലേക്ക് എത്താൻ പറ്റുന്നത്. ΔG0 - RT ln K എന്ന് വരും. അവിടെ നമുക്ക് എന്താ ln K നമുക്ക് എന്ത് വരും, ln K എന്ന് വെച്ചാൽ നമുക്ക് ΔG0 - ΔG0 RT എന്ന് വരും. അപ്പം Kയുടെ വാല്യൂ എടുക്കാൻ നമ്മൾ എന്താണ് ആന്റി ലോഗ് എടുക്കും. K എന്താവും നമുക്കത് e⁻ - ΔG0 RT എന്ന് വരും. ഗിബ്സൺ ഫ്രീ എനർജിയും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തമ്മിലുള്ള റിലേഷൻ ഈ ഇക്വേഷൻ ആണ്. ഓക്കെ, എന്താ നമുക്ക് ഈ ഇക്വേഷനിൽ എന്താ നോക്കാം. നമുക്ക് ΔG വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ എന്താ പറഞ്ഞ സ്പോണ്ടേനിയസ് ആയിട്ട് റിയാക്ഷൻ നടക്കും എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതെങ്ങനെയാ നോക്കാം. ΔG നെഗറ്റീവ് ആയാല് എന്താണ് -ΔG0 RT എന്താവും പോസിറ്റീവ് ആവും. അപ്പൊ Kയുടെ വാല്യൂ പോസിറ്റീവ് ആവും. അപ്പൊ ഫോർവേഡ് റിയാക്ഷൻ ഫേവർ ചെയ്യും. മറ്റല്ല ΔG പോസിറ്റീവ് ആയാല് എന്താണ് ഫോർവേഡ് റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ് ആവും. അപ്പം ΔG പോസിറ്റീവ് ആയാലും Kയുടെ വാല്യൂ എന്താവും നെഗറ്റീവ് വാല്യൂ വരും ഇവിടെ. അതുകൊണ്ട് ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും ഫേവർ ചെയ്യുക. അപ്പൊ അതാണ് അടുത്ത ലോജിക്. അടുത്ത നമുക്ക് പറയാനുള്ളത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഈക്വിലിബ്രിയം. One of the principal goals of chemical synthesis is to maximize the conversion of the reactants to the products while minimizing the expenditure of energy. നമ്മൾ എന്താണ് ഈക്വിലിബ്രിയം പഠിക്കുന്ന മെയിൻ എയിം എന്ന് വെച്ചാൽ എന്താ നമ്മൾ ഒരു ഇൻഡസ്ട്രീസിൽ നമ്മൾ റിയാക്ടൻസ് മാത്രം നമ്മൾ കൊടുത്ത് എന്താണ് ഇക്വിലിബ്രിയം ഉള്ള റിയാക്ഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ റിയാക്ഷൻസ് മാത്രം കൊടുത്ത് നമ്മൾ പ്രൊഡക്റ്റിന്റെ ഫോർമേഷൻ മാക്സിമൈസ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, this implies maximum yield of product at mild temperature and pressure condition. എന്നാൽ നമ്മൾ മിനിമം എനർജി എക്സ്പെൻഡിച്ചർ വഴിയാണ് പ്രൊഡക്ട്സ് ഫോർമേഷൻ മാക്സിമൈസ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. എന്ന് വെച്ചാൽ ചെറിയ ടെമ്പറേച്ചറും ചെറിയ പ്രഷറും ഉള്ള കണ്ടീഷൻസ് കൊടുക്കുമ്പോൾ പോലും നമുക്ക് പ്രൊഡക്റ്റ് yield മാക്സിമം ആക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. If it does not happen, then the experimental condition needs to be adjusted. അപ്പൊ അത് നമുക്ക് ഫീസിബിൾ ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എക്സ്പെരിമെന്റൽ കണ്ടീഷൻസ് അതനുസരിച്ച് മാറ്റും. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്കിവിടെ ഹേബർ പ്രോസസ് പറഞ്ഞിട്ടുണ്ട്. Equilibrium constant Kc is independent of initial concentration. Kc എന്താണ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഇൻഡിപെൻഡന്റ് ആണ്. നമ്മൾ പഠിച്ചിട്ട് Kc only depend on the equilibrium concentration of production drivers നമ്മൾ പറഞ്ഞു. But if a system at equilibrium is subject to a change in the concentration of one or more of the reacting substance, then the system is no longer at equilibrium. ഇപ്പൊ എന്താണ് ഇക്വിലിബ്രിയത്തിൽ ഒരു സിസ്റ്റം നമ്മൾ ഓൾറെഡി ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സ്റ്റേറ്റിൽ നമ്മൾ എന്താണ് ഒന്നെങ്കിൽ റിയാക്ടന്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ മാറ്റുവാണ്. അപ്പൊ അങ്ങനെ മാറ്റുമ്പോൾ എന്ത് പറ്റി, അവിടുത്തെ ഇക്വിലിബ്രിയം എന്താണ് ഡിസ്റ്റർബ്ഡ് ആയി. അപ്പൊ എന്ത് പറ്റും, അപ്പൊ ആ ഉണ്ടായ ഇൻക്രീസിനെ എന്താണ് നമുക്ക് കുറയ്ക്കണം. ആ ഉണ്ടായ ഇൻക്രീസിനെ കുറയ്ക്കാൻ വേണ്ടി എന്താ ഒന്നെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ അല്ലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടുതലായിട്ട് നടക്കും. അതേപോലെ തന്നെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓർ പ്രഷർ ഓഫ് ദി സിസ്റ്റം may also alter the equilibrium. In order to decide what course the reaction adopts and makes a qualitative prediction about the effect of change in condition, we use Ley's principle. എന്താണ് അതേപോലെ തന്നെ നമ്മൾ കോൺസെൻട്രേഷൻ മാറ്റിയപ്പോൾ എന്താണ് റിയാക്ഷന്റെ സൈഡ് ഒരു സൈഡിലോട്ട് കൂടുതൽ നടക്കുന്നതായിട്ട് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെയാണ് പ്രഷറിന്റെയും ടെമ്പറേച്ചറിന്റെയും കാര്യം പറയും. അപ്പം ഒരു ചേഞ്ച് നമ്മൾ വരുത്തുമ്പോൾ ഏത് സൈഡിലോട്ട് റിയാക്ഷൻ കൂടുതൽ നടക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ ആണ് Ley's പ്രിൻസിപ്പിൾ.
ലേഷാഡിൽ പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? It states that a change in any of the factors that determine the equilibrium conditions of a system will cause the system to change in such a manner so as to reduce or to counteract the effects of the change. ഇപ്പൊ എന്താണ് പറയുന്നത്? ഇക്വിലിബ്രിയം തിരിക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ നമ്മൾ എന്തെങ്കിലും ഒരു ഫാക്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ് ആ സിസ്റ്റത്തിൽ ചേഞ്ച് ഉണ്ടാവും. എന്തിന്? നമ്മൾ ഉണ്ടായ ചേഞ്ചിനെ കോമ്പൻസേറ്റ് അല്ലെങ്കിൽ കൗണ്ടർ ഫീറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ഡയറക്ഷനിലേക്ക് ഒരു ചേഞ്ച് നമുക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം പറയുന്നത് നമ്മൾ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യും ഞാൻ പറയാം. In general, when equilibrium is disturbed by the addition or removal of any reactant or product, Lear-Shanley's principle predicts that the concentration stress of an added reactant or product is relieved by the net reaction in the direction that consumes the added substance. അപ്പൊ നമുക്ക് എന്താണ് ഒന്നെങ്കിൽ റിയാക്ടന്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സൈഡിൽ നമ്മളൊരു എന്താണ് നമ്മൾ എന്താണ് ആ സാധനം നമ്മൾ ആഡ് ചെയ്യുന്നു, ആ സബ്സ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ സബ്സ്റ്റൻസ് നമ്മൾ റിമൂവ് ചെയ്യുന്നു. റിയാക്ഷൻ ഏത് സൈഡിലായിരിക്കും പ്രൊസീഡ് ചെയ്യുക? നമ്മൾ ആഡ് ചെയ്ത സബ്സ്റ്റൻസിനെ കുറയ്ക്കാൻ പറ്റുന്ന ഡയറക്ഷനിലായിരിക്കും സൈഡ്. ഇപ്പൊ നമുക്ക് റിയാക്ടൻ ഗീവ്സ് പ്രൊഡക്ട്സ് ആണ് നമ്മൾ ആലോചിക്കുന്നത്. റിയാക്ഷൻ റിയാക്ടൻസ് ഗീവ് പ്രൊഡക്ട്സ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഇക്വിലിബ്രിയത്തിലാണ് നിൽക്കുന്നത് വിചാരിക്കും, ഡബിൾ സൈഡ് ആരോ. അപ്പൊ നമ്മൾ എന്താണ് ഇതിലേക്ക് നമ്മൾ വീണ്ടും റിയാക്ടൻസ് ഇട്ട് കൊടുത്തു. അപ്പൊ നോക്കുമ്പോ എന്താ റിയാക്ടൻസ് കൂടി നിൽക്കുക. അപ്പൊ ലേഷാഡിൽ പ്രിൻസിപ്പിൾ എന്താണ് പറയുക? റിയാക്ടൻ ഏതെങ്കിലും ഒരു സൈഡിൽ സബ്സ്റ്റൻസ് കൂടി നിൽക്കുവാണെങ്കിൽ reaction will proceed in such a way that the amount of substance added is decreased. ഇപ്പൊ വെച്ചാല് നമ്മൾ ഇട്ട റിയാക്ടൻസിനെ കുറയ്ക്കുന്ന രീതിയിലായിരിക്കും റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യാൻ പോകുക. എന്ന് വെച്ചാൽ ഇവിടെ റിയാക്ടൻസ് കുറയ്ക്കാനുള്ള ഒരേ ഒരു വഴി എന്താണ്? കൂടുതൽ ഫോർവേഡ് റിയാക്ഷൻ നടത്തി പ്രൊഡക്ട്സിനെ കൂട്ടുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഇട്ട് കൊടുത്ത റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ വേണ്ടി കോമ്പൻസേറ്റ് ചെയ്യുന്ന മെത്തേഡ്. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിലായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. KC എന്ന് പറഞ്ഞത് റിയാക്ഷൻ ഓഫ് പ്രോഡക്ട്സ് ബൈ concentration of products by concentration of reactants അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ കൂടുതൽ റിയാക്ടന്റ് ആഡ് ചെയ്താൽ എന്ത് പറ്റും? റിയാക്ടന്റ് ആഡ് ചെയ്താൽ ഈ എന്താണ് KC ഇപ്പോൾ ഒരു ടെമ്പറേച്ചറിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? ഇപ്പൊ നമ്മൾ റിയാക്ടൻസ് ഇവിടെ കൂടിയാൽ KCയുടെ വാല്യൂ കുറഞ്ഞു പോകും. അപ്പൊ എന്ത് ചെയ്യും? KCയുടെ വാല്യൂ കൂട്ടാൻ വേണ്ടി റിയാക്ഷൻ എന്ത് ചെയ്യും? കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് പ്രൊഡക്ട്സിന്റെ കോൺസെൻട്രേഷൻ കൂട്ടി റിയാക്ഷൻസിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കും. അപ്പൊ എന്താ KC പഴയ വാല്യൂയിലേക്ക് എത്തും. അപ്പൊ ആ ഒരു ലോജിക്ക് വെച്ച് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഏതെങ്കിലും സൈഡിൽ നമുക്ക് റിയാക്ഷൻ എന്താണ് കോൺസെൻട്രേഷൻ കൂട്ടിയാൽ ആ കോൺസെൻട്രേഷൻ കുറയ്ക്കുന്ന രീതിയിലുള്ള സൈഡിലോട്ട് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്ത് ഇക്വിലിബ്രിയം വീണ്ടും അറ്റൈൻ ചെയ്യും. അതാണ് ലേഷാഡിലെ പ്രിൻസിപ്പിൾ പറയുന്നത്. The concentration stress of a removed or reactant or product is relieved by net reaction in the direction that replenish the removed substance. ഇതാണ് നമ്മളിപ്പോ അഡീഷന്റെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ അതല്ല നമ്മൾ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് റിയാക്ടന്റ് പ്രൊഡക്റ്റ് നമ്മൾ റിമൂവ് ചെയ്യുവാണെങ്കിൽ എന്താണ് റിയാക്ഷൻ ഏത് രീതിയിൽ പ്രൊസീഡ് ചെയ്യും? ആ പോയ സാധനം റീപ്ലേനിഷ് ചെയ്യാൻ വേണ്ട ഡയറക്ഷനിൽ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യും. ഇപ്പൊ നമ്മൾ റിയാക്ടൻസ് എന്താണ് റിമൂവ് ചെയ്താൽ പ്രൊഡക്റ്റിൽ നിന്ന് തിരിച്ച് റിയാക്ടൻസ് കൂടുതൽ ഉണ്ടാവും. അതാണ് അതിന്റെ ലോജിക്. എക്സാമ്പിൾ ആയിട്ട് നമുക്കിവിടെ ആദ്യം ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. H2 + I2 gives 2HI. അപ്പൊ അത് നമുക്ക് എന്താണ് ഒരു ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന ഒരു സിസ്റ്റം ആണ്. H2 ഉം I2 കൂടി റിയാക്ട് ചെയ്ത് 2HI. അപ്പൊ അത് ഫോർവേഡ് റിയാക്ഷൻ ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആയിട്ട് നടക്കുന്ന ഒരു കേസ്. അഥവാ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തിരിക്കുന്ന സ്റ്റേജ്. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? കൂടുതൽ H2 ആഡ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ റിയാക്ടന്റ് സൈഡിൽ H2ന്റെ കോൺസെൻട്രേഷൻ കൂടി. ഇത് ഗ്രാഫിക്കലും കൂടെ കാണിച്ചിട്ടുണ്ട്. ഇക്വിലിബ്രിയം സൈഡിൽ എന്താ H2 I2 HI ഈ മൂന്നിലെയും കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എന്താ പെട്ടെന്ന് കുറച്ച് H2 ആഡ് ചെയ്തു. H2ന്റെ കോൺസെൻട്രേഷൻ കൂടി. ഓക്കെ, അപ്പൊ എന്താ H2ന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കണം. ഇപ്പൊ H2ന്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ് കുറയ്ക്കാൻ പറ്റുക? ഫോർവേഡ് റിയാക്ഷൻ കൂടുതൽ നടന്നാൽ H2 കൂടുതൽ കൺസ്യൂം ആവും. അപ്പൊ H2ന്റെ കോൺസെൻട്രേഷൻ കുറയും. അപ്പൊ ഫോർവേഡ് റിയാക്ഷൻ നടക്കുമ്പോൾ എന്ത് പറ്റും? H2ന്റെ കോൺസെൻട്രേഷൻ കുറയും, I2ന്റെ കോൺസെൻട്രേഷൻ കുറയും, പക്ഷെ HIയുടെ കോൺസെൻട്രേഷൻ കൂടും. പ്രൊഡക്റ്റ് കൂടുതലുണ്ടാവും. എന്നിട്ട് അവർ തിരിച്ച് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യും. അപ്പൊ അത് ലേഷാഡ് പ്രിൻസിപ്പിൾ ഇവിടെ ഗ്രാഫിക്കലി കാണിച്ചേക്കാം. ഓക്കെ, പിന്നെ അതേ സാധനം അവര് റിയാക്ഷൻ കോൺസ്റ്റന്റ് എഴുതി അവർ കാണിച്ചിട്ടുണ്ട്. റിയാക്ടന്റോ പ്രൊഡക്റ്റോ കൂടിയാൽ KC മാറി QC ആവും. അത് QC നോട്ട് ഈക്വൽ ടു KC ആവും അല്ലേ? അപ്പൊ തിരിച്ച് KCയിലോട്ട് എത്താൻ വേണ്ടി പ്രൊഡക്റ്റിന്റെയോ റിയാക്ടന്റെയോ കോൺസെൻട്രേഷൻ അതനുസരിച്ച്
തനിയെ അഡ്ജസ്റ്റ് ആവും. ഓക്കെ, അതാണ് അവിടെ സംഭവിക്കുന്നത്. അതേപോലെ തന്നെ അതിന്റെ വേറൊരു എക്സാമ്പിൾ അവിടെ എന്താണ് നമ്മൾ ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിൾ ഇവിടെ തന്നേക്കുന്നത് എന്താണ്, കാൽഷ്യം കാർബണേറ്റിൽ നിന്ന് കാൽഷ്യം ഓക്സൈഡ് ഫോം ചെയ്യുന്നു. കാൽഷ്യം കാർബണേറ്റിന്റെ ഡീകമ്പോസിഷൻ വഴി നമുക്ക് CaO പ്ലസ് CO2 കിട്ടും. ഈ റിയാക്ഷനിൽ നമുക്ക് CaOയുടെ പ്രൊഡക്ഷൻ കൂട്ടണം. ഓക്കെ, സിയുടെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യും ഇവര്, ഈ റിയാക്ഷൻ നടക്കുന്നതിനൊപ്പം തന്നെ ഈ CO2നെ കണ്ടിന്യൂസ് ആയിട്ട് റിമൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ CO2നെ കണ്ടിന്യൂസ് ആയിട്ട് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രൊഡക്ട്സിന്റെ കോൺസെൻട്രേഷൻ കുറയുവാണ്. അപ്പൊ പ്രൊഡക്ട്സിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ എന്താ, ഫോർവേഡ് റിയാക്ഷൻ ഫേവർ ചെയ്യും. അപ്പൊ ഫോർവേഡ് റിയാക്ഷൻ കൂടുതൽ നടക്കുമ്പോൾ എന്താ, നമുക്ക് കൂടുതൽ CaO കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ അത് അതിന്റെ ഒരു ആപ്ലിക്കേഷൻ, ഗേഷ്യയുടെ പ്രിൻസിപ്പളിന്റെ ഒരു ആപ്ലിക്കേഷൻ. ഓക്കെ, ഇനി ഇത് കോൺസെൻട്രേഷൻ മാറുമ്പോൾ റിയാക്ഷൻ എങ്ങനെ നടക്കുന്നത് നമുക്ക് എക്സ്പെരിമെന്റിൽ കാണിച്ചു തന്ന ഒരു സംഭവമാണ് ഈ പറയുന്നത്. എന്താണ്, Fe3 പ്ലസ് SCN മൈനസ്. ഓക്കെ, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തത് Fe3 പ്ലസ് എന്താണ്, യെല്ലോയിഷ് ആണ്, SCN മൈനസ് എന്ന് പറയുന്നത് കളർലെസ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് FeSCN2 പ്ലസ് ഉണ്ടാവും. അത് ഡീപ് റെഡ് കളറാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഇക്വിലിബ്രിയം ഉണ്ട്. അതിന്റെ കേസ് നമുക്ക് എഴുതി എന്ത് പറ്റും, കോൺസെൻട്രേഷൻ ഓഫ് FeSCN2 പ്ലസ് അയോൺ ഡിവൈഡഡ് ബൈ Fe3 പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് SCN. ഇങ്ങനെയാണ് നമ്മൾ KC എഴുതാൻ പറ്റുക. The reddish color appears on adding 2 drops of 0.02 molar potassium thiocyanate solution to 1 ml of 0.2 molar iron 3 nitrate solution. എന്താണ് പറയുന്നത്, പൊട്ടാസ്യം തയോസൈനേറ്റും ഫെറിക് നൈട്രേറ്റും കൂടെ റിയാക്ട് ചെയ്ത് നമുക്ക് FeSCN2 പ്ലസ് അയോൺ റെഡ് കളറുള്ള FeSCN2 പ്ലസ് അയോൺ കിട്ടുമെന്ന് പറഞ്ഞു. The intensity of the red color becomes constant on attaining equilibrium. അപ്പൊ ഈ ഡീപ് റെഡ് കളർ എന്താവും, ഒരു പോയിന്റ് എത്തുമ്പോൾ പിന്നെ ഈ കളർ മാറത്തേയില്ല. കാരണം ആ സ്റ്റേറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ equilibrium ആയി, പിന്നെ കളർ മാറത്തില്ല. This equilibrium can be shifted in either forward or reverse direction depending on our choice of adding a reactant or a product. ഈ റിയാക്ഷൻ നമുക്ക് എന്താണ്, കൂടുതൽ ഫോർവേഡ് നടത്തണോ ബാക്ക്വേർഡ് നടത്തണോ നമ്മൾ എങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും. എങ്ങനെ, റിയാക്ടന്റ് കൂടുതൽ ആഡ് ചെയ്താൽ ഫോർവേഡ് റിയാക്ഷൻ കൂടുതൽ നടക്കും, പ്രൊഡക്റ്റ് കൂടുതൽ ആഡ് ചെയ്താൽ ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടുതൽ നടക്കും, നമുക്കറിയാം. ഇപ്പൊ എങ്ങനെയാണ് ചെയ്തത്, ഇവര് ഓക്സാലിക് ആസിഡ് ആഡ് ചെയ്തു ഈ മിക്സറിലേക്ക്. നമുക്ക് ഈ ഇക്വിലിബ്രിയം ഇപ്പൊ ഇങ്ങനെ നിൽപ്പുണ്ട്, ഇതിലേക്ക് നമ്മൾ ഓക്സാലിക് ആസിഡ് ആഡ് ചെയ്തു. ഓക്സാലിക് ആസിഡ് പ്രത്യേകത എന്താണ്, അത് Fe3 പ്ലസ് അയണുമായിട്ട് റിയാക്ട് ചെയ്ത് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. Fe3 പ്ലസ് ആയിട്ട് എന്താണ് ഈ ഓക്സാലിക് ആസിഡ് അയോൺ കോംപ്ലക്സ് ഫോം ചെയ്ത് എന്ത് പറ്റും, നമ്മുടെ റിയാക്ഷൻ മിക്സറിൽ നിന്ന് Fe3 പ്ലസ് അയോൺ കുറയുവാണ്. എന്ന് വെച്ചാൽ നമ്മുടെ റിയാക്ടൻസ് കുറയുവാണ്. ഇപ്പൊ എന്താ പറ്റും, റിയാക്ടൻസ് കുറവ് പറ്റിയാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടുതൽ നടക്കും. എന്ന് വെച്ചാൽ FeSCN2 പ്ലസ് അയോണിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞ് ഇതിൽ ഡീകമ്പോസിഷൻ നടന്ന് ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടുതൽ നടക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എന്താ പറ്റി, അങ്ങനെ നടക്കുമ്പോൾ ഈ ഡീപ് റെഡ് കളറിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. മനസ്സിലായി? അപ്പം അങ്ങനെയാണ് നമുക്ക് എന്താണ് കോൺസെൻട്രേഷന്റെ ചേഞ്ച് വെച്ച് എങ്ങനെയാണ് റിയാക്ഷൻ ഡയറക്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റി, എക്സ്പെരിമെന്റിൽ നമുക്ക് പറയാൻ പറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ കോൺസെൻട്രേഷൻ വെച്ച് റിയാക്ഷൻ ഷിഫ്റ്റ് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത പ്രഷർ ചേഞ്ച് നമുക്ക് നോക്കാം. പ്രഷർ ചേഞ്ച് നമ്മൾ പറയുമ്പോൾ മെയിൻലി എന്താ അറിയാത്, ഗേഷ്യസ് റിയാക്ടൻസ് പ്രൊഡക്ട്സും വരുമ്പോഴാണ് നമ്മൾ പറയുന്നത്. പ്രഷർ ചേഞ്ച് ക്യാൻ ഒബ്റ്റെയിൻ ബൈ ചേഞ്ചിങ് ദി വോളിയം. A pressure change obtained by changing the volume can affect the yield of products in case of a gaseous reaction where the total number of moles of gaseous reactants and total number of moles of gaseous products are different. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്ട്സും വേറെ വരുന്ന ഒരു റിയാക്ഷൻ എടുക്കാം. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് എന്താണ്, CO പ്ലസ് 3H2 gives CH4 പ്ലസ് H2. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രൊഡക്ട് സൈഡിൽ 2 മോളേ ഉള്ളൂ, റിയാക്ഷൻ സൈഡിൽ 4 മോളുണ്ട് ഗ്യാസ്. ഓക്കെ, in applying the Le-Chatelier principle to a heterogeneous equilibrium, the effect of pressure changes on solids and liquid. അപ്പൊ എന്താണ്, സോളിഡും ലിക്വിഡും വരുന്ന കേസിൽ നമുക്ക് എന്താണ് ഈ പ്രഷർ ചേഞ്ച് അവരെ വലുതായിട്ട് എഫക്ട് ചെയ്തില്ല, ഗ്യാസിനെ മാത്രമേ അവരെ എഫക്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ നമ്മൾ ഈ റിയാക്ഷൻ മിക്സർ നമ്മളൊരു കണ്ടെയ്നറിൽ എടുത്തെന്ന് വിചാരിക്കും. ഓക്കെ, ഒരു ഐസൊലേറ്റഡ് കണ്ടെയ്നർ നമ്മൾ എടുത്തു, ക്ലോസ്ഡ് കണ്ടെയ്നറിൽ. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിനെന്താ വോളിയം ഹാഫ് ആക്കി. ആ കണ്ടെയ്നർ പിസ്റ്റൺ അറ്റാച്ച്ഡ് ഉള്ള കണ്ടെയ്നർ ആണ്. എന്നിട്ട് അതിന്റെ വോളിയം ഹാഫ് ആക്കി. വോളിയം ഹാഫ് ആക്കാന്ന് വെച്ചാൽ എന്താണ്, അവിടുത്തെ പ്രഷർ ഡബിൾ ആയി. അപ്പൊ നമ്മൾ നോക്കുക, ഇക്വിലിബ്രിയത്തിൽ ഇരുന്ന ഒരു സ്റ്റേറ്റ് ആയിരുന്നു, പെട്ടെന്ന് നമ്മൾ പ്രഷർ ഡബിൾ ചെയ്തു. അപ്പം ഇക്വിലിബ്രിയം തിരിച്ച് അറ്റൈൻ ചെയ്യാൻ വേണ്ടി അവരെന്ത് ചെയ്യും, പ്രഷർ കുറയ്ക്കാൻ നോക്കും.
നമുക്കറിയാം പ്രഷർ എന്ന് പറയുന്നത് എന്താ, നമ്പർ ഓഫ് മോൾസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് ഗ്യാസ് കൂടിയാൽ അതിനനുസരിച്ച് പ്രഷർ കൂടും നമുക്കറിയാം. അപ്പൊ നമ്മൾ പെട്ടെന്ന് പ്രഷർ ഡബിൾ ചെയ്തു. അപ്പൊ എന്ത് ചെയ്യും, സിസ്റ്റം ട്രൈ ചെയ്യുന്ന നമ്പർ ഓഫ് മോൾസ് ഓഫ് ടോട്ടൽ മിക്സറുള്ള നമ്പർ ഓഫ് മോൾസ് കുറയ്ക്കാനായിരിക്കും നമ്മുടെ സിസ്റ്റം നോക്കുക. അപ്പൊ നമ്പർ ഓഫ് മോൾസ് കുറയ്ക്കാന്ന് വെച്ചാൽ എന്താ, ഈ സൈഡ് നമ്മൾ ഈ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കുറവുള്ള സൈഡ് ഏതാണ്, പ്രൊഡക്റ്റ് സൈഡിലാണ് നമ്പർ ഓഫ് മോൾസ് കുറവ്. കാരണം പ്രൊഡക്റ്റ് സൈഡിൽ 2 മോളേ ഉള്ളൂ, റിയാക്ഷൻ സൈഡിൽ 4 മോളുണ്ട്. അപ്പൊ നമ്മൾ പ്രഷർ പെട്ടെന്ന് ഡബിൾ ചെയ്യുമ്പോൾ പ്രഷർ കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ഇവര് ഫോർവേഡ് റിയാക്ഷൻ കൂടുതൽ നടത്തും. ഫോർവേഡ് റിയാക്ഷൻ കൂടുതൽ നടത്തുമ്പോൾ എന്താ ചെയ്യും, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസും കുറയും. അപ്പൊ പ്രഷർ അതിനനുസരിച്ച് കുറയും, തിരിച്ച് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ നോക്കും. അതാണ് ഒരു പ്രഷർ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പം പ്രഷർ പെട്ടെന്ന് കൂടിയാൽ നമ്പർ ഓഫ് മോൾസ് കുറവുള്ള സൈഡിലേക്ക് റിയാക്ഷൻ ഷിഫ്റ്റ് ചെയ്യും. പ്രഷർ കൂട്ടിയാൽ നമ്പർ ഓഫ് മോൾസ് പ്രഷർ കുറച്ചാൽ തിരിഞ്ഞുപോയി. പ്രഷർ കൂട്ടിയാൽ നമ്പർ ഓഫ് മോൾസ് കുറവുള്ള സൈഡിലേക്ക് ഇക്വേഷൻ ഷിഫ്റ്റ് ചെയ്യും. പ്രഷർ കുറച്ചാൽ നമ്പർ ഓഫ് മോൾസ് കൂടുതലുള്ള സൈഡിലേക്ക് നമ്മുടെ റിയാക്ഷൻ ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ ക്യൂസിയുടെ ടേംസിൽ അവർ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ക്യൂസി എഴുതുമ്പോൾ എന്താ, ക്യൂസി ഇങ്ങനെ എഴുതുക, കോൺസെൻട്രേഷൻ ഓഫ് CH4 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2O ബൈ കോൺസെൻട്രേഷൻ ഓഫ് CO ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2 ദ ഹോൾ ക്യൂബ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് വോളിയം എന്താണ് പകുതിയാക്കുമ്പോൾ എന്താ, പ്രഷർ ഡബിൾ ചെയ്തു അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തു നമുക്ക് പറയാം അല്ലേ. അപ്പൊ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തുമ്പോൾ എന്ത് പറ്റും, നമുക്കിവിടെ ക്യൂസിയുടെ വാല്യൂ നമ്മൾ എഴുതുവാണെങ്കിൽ എന്താ, KC വാല്യൂവിനെക്കാളും ചെറിയ. അപ്പൊ QC ലെസ് ദാൻ KC വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്, ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും ഫേവർ ചെയ്യും. അപ്പൊ അതുകൊണ്ട് എന്താ, നമുക്ക് കൂടുതൽ നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ഫോം ചെയ്തു അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കുറവുള്ള സൈഡിലേക്ക് പ്രൊഡക്റ്റ് എന്താണ് റിയാക്ഷൻ ഷിഫ്റ്റ് ചെയ്തു, അതുവഴി തിരിച്ച് ഇക്വിലിബ്രിയത്തിലേക്ക് എത്താൻ റിയാക്ഷൻ ശ്രമിക്കുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ റിയാക്ഷനിൽ എന്തായിരുന്നു, നമ്പർ ഓഫ് റിയാക്ടൻസ് ആയിരുന്നു കൂടുതൽ അല്ലേ. ഇനി അതല്ല, നേരെ തിരിച്ച് ഇവിടെ ഈ റിയാക്ഷൻ നോക്കാം. എന്താണ് സി വെച്ചാല് സോളിഡ് കാർബൺ പ്ലസ് CO2 ഗീവ്സ് 2CO. ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രൊഡക്റ്റ് സൈഡിൽ 2 മോളുണ്ട്, റിയാക്ഷൻ സൈഡിൽ 1 മോളേ ഉള്ളൂ. ഈ കേസിലാണ് നമ്മൾ പെട്ടെന്ന് വോളിയം ഹാഫ് ആക്കുന്നതെങ്കിൽ, ഓക്കെ, ഇവിടെ വോളിയം ഹാഫ് ആക്കുകയാണെങ്കിൽ എന്താ, നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞ സൈഡിലേക്കായിരിക്കും പ്രഷർ കൂടും. അപ്പൊ നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞ സൈഡിലേക്കായിരിക്കും റിയാക്ഷൻ ഫേവർ ചെയ്യുക. അപ്പൊ ഈ കേസിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ റിയാക്ഷൻ എങ്ങോട്ടായിരിക്കും ഷിഫ്റ്റ് ചെയ്യുക, ലെഫ്റ്റ് സൈഡിലേക്ക്, അല്ലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടുതൽ നടക്കും. കാരണം അവിടെ CO2 ഒറ്റ മോളേ ഉള്ളൂ റിയാക്ഷൻ. ഓക്കെ, അടുത്ത പറയാനുള്ളത് എഫക്ട് ഓഫ് ഇനേർട്ട് ഗ്യാസ് എമിഷൻ. അപ്പൊ നമ്മൾ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മളൊരു ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്യുന്നു. അപ്പൊ എന്താണ് ചേഞ്ച് ഉണ്ടാവുക, ഇഫ് ദ വോളിയം ഇസ് കെപ്റ്റ് കോൺസ്റ്റന്റ് ആൻഡ് an inert gas such as argon is added which does not take part in the reaction. അപ്പൊ എന്താണ്, ആ റിയാക്ഷനിൽ പങ്കെടുക്കാത്ത ഒരു ഇനേർട്ട് ഗ്യാസ്, ആർഗൺ പോലുള്ളൊരു ഇനേർട്ട് ഗ്യാസ് നമ്മൾ കോൺസ്റ്റന്റ് വോളിയത്തിലുള്ള കണ്ടെയ്നറിൽ നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഇക്വിലിബ്രിയത്തിന് ഒരു മാറ്റവും വരുത്തില്ല. അതാണ് ഇവിടെ മെയിൻ പോയിന്റ്. കാരണം നമ്മൾ ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്യുമ്പോഴും ടോട്ടൽ പ്രഷർ കൂടും അല്ലെ. കണ്ടെയ്നറിൽ ഒരു കോൺസ്റ്റന്റ് വോളിയം ആയിരുന്നു, നമ്മൾ ഇനേർട്ട് ഗ്യാസ് ഇട്ടപ്പോൾ ടോട്ടൽ പ്രഷർ കൂടും. ടോട്ടൽ പ്രഷർ കൂടിയാലും ആ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഓരോ ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷർ എന്താണ്, അപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവിടുത്തെ KC ഡിസ്റ്റർബ് ആവുന്നത്. ഇവിടെ പറയുന്നുണ്ടോ, ഇറ്റ് ഈസ് ബിക്കോസ് ദി അഡീഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഡസ് നോട്ട് ചേഞ്ച് ദി പാർഷ്യൽ പ്രഷർ ഓർ ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദി സബ്സ്റ്റൻസ് ഇൻവോൾവ്ഡ് ഇൻ ദി റിയാക്ഷൻ. അപ്പം ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ പ്രഷർ കൂടും, പക്ഷെ ഓരോ ഗ്യാസിന്റെയും പാർഷ്യൽ പ്രഷർ എന്താണ്, ഒരു വ്യത്യാസവും വരുന്നില്ല, അല്ലെങ്കിൽ മോളാർ കോൺസെൻട്രേഷന് വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ടാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ അവിടെ മാറത്തില്ല. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് മാറത്തില്ല, ഇക്വിലിബ്രിയം അവിടെ മാറത്തില്ല. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് മാറുന്ന എപ്പോഴാണ്, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രമേ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ചേഞ്ച് ചെയ്യത്തുള്ളൂ. അടുത്ത അതിനെക്കുറിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത്, ടെമ്പറേച്ചർ ചേഞ്ച് വെച്ച് എങ്ങനെയാണ് റിയാക്ഷൻ മാറുക. When an equilibrium is disturbed by a change in concentration, pressure or volume, the composition of the equilibrium mixture changes because the reaction quotient no longer equals the equilibrium constant. ഇപ്പൊ എന്താണ് നമ്മളിവിടെ പറയുന്നത്, നമ്മൾ കോൺസെൻട്രേഷനോ പ്രഷറോ അല്ലെങ്കിൽ വോളിയം ചേഞ്ചോ വരുത്തുമ്പം എന്തുകൊണ്ടാണ് റിയാക്ഷൻ ഷിഫ്റ്റ് നടക്കുന്നത്, അവിടെ KC മാറി, QCയുടെ വാല്യൂ KCയിൽ നിന്ന് മാറിപ്പോയി. അപ്പൊ തിരിച്ച് QC KCയിലേക്ക് തിരിച്ചെത്താൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഒരു സൈഡിലേക്ക് റിയാക്ഷൻ ഷിഫ്റ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ടെമ്പറേച്ചർ ആണ് മാറുന്നതെങ്കിൽ അവിടെ QCക്ക് അല്ല വ്യത്യാസം വരുന്നത്. അവിടെ എന്താണ്, അവിടെ KCയുടെ വാല്യൂ ഒരു പുതിയ വാല്യൂ ആണോ വന്നത്. ഒരു ടെമ്പറേച്ചറിൽ ഒരു KC മാത്രമേ യൂണീക്ക് ആയിട്ടുള്ളൂ. നമ്മൾ നേരത്തെ KCയുടെ എന്താണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പ്രോപ്പർട്ടീസ് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, ഒരു ടെമ്പറേച്ചറിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ എന്ന് പറയുന്നത്
കോൺസ്റ്റന്റ് ആയിരിക്കും. ടെമ്പറേച്ചർ മാറിയാൽ കെ സിയുടെ വാല്യൂ വേറെ പുതിയൊരു വാല്യൂ വരും. In general, the temperature dependence of the equilibrium constant depends on the sign of delta H for the reaction. ഇപ്പൊ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. ആ റിയാക്ഷന്റെ ഡെൽറ്റ എച്ച് ഡിപ്പെൻഡ് ചെയ്താണ് കെ സി മാറുന്നത്. എങ്ങനെ നമുക്ക് നോക്കാം. The equilibrium constant for an exothermic reaction decreases as the temperature increases. ഇങ്ങനെ ആലോചിക്കുക. നമുക്കൊരു ഒരു റിയാക്ഷൻ ഉണ്ട്. നമ്മുടെ റിയാക്ഷൻ എന്താണ്? എ ഗീവ്സ് ബി. ഇവിടുത്തെ ഡെൽറ്റ എച്ച് നെഗറ്റീവ് അല്ലെങ്കിൽ ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ വിചാരിക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ ഓൾറെഡി ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുകയാണ്. നമ്മൾ ഈ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ കൂട്ടുവാണ്. ഓക്കെ, ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്താ ഇവിടുത്തെ ഇക്വിലിബ്രിയം ഡിസ്റ്റർബ് ആയി. ഓക്കെ, നമ്മൾ നോക്കുവാണ് ഫോർവേഡ് റിയാക്ഷൻ നടക്കുമ്പോൾ എന്താണ് കൂടുതൽ ഹീറ്റ് റിലീസ് ചെയ്യുവാണ് അല്ലേ. എന്ന് വെച്ചാൽ എന്താ ഉള്ള ടെമ്പറേച്ചറിനെക്കാളും വീണ്ടും കൂടാനാണ് ചാൻസ്. അപ്പൊ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ എന്താ ഇക്വിലിബ്രിയം ഡിസ്റ്റർബ് ആയി. ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് ആണ്. അപ്പൊ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്തായിരിക്കും? എൻഡോതെർമിക് ആയിരിക്കും. അപ്പൊ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ റിയാക്ഷൻ എന്തായിരിക്കും ചെയ്യാൻ ശ്രമിക്കുക? ടെമ്പറേച്ചർ കുറയ്ക്കാനായിരിക്കും ശ്രമിക്കുക. എന്ന് വെച്ചാൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യാനായിരിക്കും ശ്രമിക്കുക. അപ്പൊ ആ ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടുതൽ നടക്കാം അല്ലേ. അതേപോലെ തന്നെ തിരിച്ചാലോചിക്കാം. നമുക്ക് ഫോർവേഡ് റിയാക്ഷൻ എൻഡോതെർമിക് ആണ്. ഡെൽറ്റ എച്ച് പോസിറ്റീവ് വരും. അപ്പൊ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുവാണെങ്കിൽ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂട്ടുവാണെങ്കിൽ ആ ടെമ്പറേച്ചർ കുറയ്ക്കണം. അപ്പം ഹീറ്റ് കൂടുതൽ അബ്സോർവ് ചെയ്യണം. അപ്പം ഫോർവേഡ് റിയാക്ഷൻ കൂടുതൽ അത് ഫേവർ ചെയ്യും. അത്രയേ ഉള്ളൂ അതിന്റെ ഒരു ലോജിക്. ടെമ്പറേച്ചർ ചേഞ്ചസ് അഫക്ട് ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആൻഡ് റേറ്റ്സ് ഓഫ് റിയാക്ഷൻ. ടെമ്പറേച്ചർ എന്താണ്? ടെമ്പറേച്ചറിന്റെ ചേഞ്ച് വരുത്തിയാൽ എന്താണ്? കെ സിയുടെ വാല്യൂ മാറും, റേറ്റ് ഓഫ് റിയാക്ഷൻ എല്ലാം മാറും. പ്രൊഡക്ഷൻ ഓഫ് അമോണിയ അക്കോർഡിംഗ് ടു റിയാക്ഷൻ N2 + 3H2 gives 2NH3. ഇപ്പം ഏബർ പ്രോസസ് വഴി അമോണിയ ഉണ്ടാക്കുന്ന റിയാക്ഷൻ എന്താണ്? അതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഡെൽറ്റ എച്ചിന്റെ വാല്യൂ -92.38 kJ/mol ആണ്. ഇപ്പൊ ലേ ഷെയറിൽ പ്രിൻസിപ്പിൾ വെച്ച് എന്താണ്? നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്താ ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും കൂടുതൽ ഫേവർ ചെയ്യുക. കാരണം എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്താ അത് കുറയ്ക്കാനേ നോക്കത്തുള്ളൂ. അപ്പം ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് എൻഡോതെർമിക്. അപ്പം ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് ലേ ഷെയറിൽ പ്രിൻസിപ്പിൾ വെച്ച് ടെമ്പറേച്ചർ കൂട്ടിയാൽ നമ്മൾ ഫേവർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇൻ അതർ വേർഡ്സ് ലോ ടെമ്പറേച്ചർ ഇസ് ഫേവറബിൾ ഫോർ ഹൈ yield ഓഫ് അമോണിയ. ലോ ടെമ്പറേച്ചർ ആണ് അമോണിയയുടെ yieldന് നല്ലത്. പക്ഷെ നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുമ്പോൾ എന്താ നമ്മൾ ടെമ്പറേച്ചർ റേഞ്ച് എടുക്കുന്നത് ഏകദേശം 500 ഡിഗ്രി സെൽഷ്യസും 200 അറ്റ്മോസ്ഫിയറും ആണ്. ഇപ്പൊ 500 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ആ റേഞ്ചിലുള്ള ടെമ്പറേച്ചേഴ്സ് ആണ് നമ്മൾ പ്രാക്ടിക്കലി ഉപയോഗിക്കുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ടെമ്പറേച്ചർ ഡൗൺ ചെയ്താൽ ഡിക്രീസ് ചെയ്താൽ എന്ത് പറ്റും? നമ്മുടെ റിയാക്ഷന്റെ റേറ്റ് വളരെ കുറയും. ഓക്കെ, അപ്പൊ അത് നടക്കാണ്ടിരിക്കാൻ നമ്മളൊരു കാറ്റലിസ്റ്റ് ഉപയോഗിക്കും. 500 ഡിഗ്രി സെൽഷ്യസിൽ ഒരു കാറ്റലിസ്റ്റും കൂടി ഉപയോഗിച്ചാൽ നമുക്ക് ആ ടെമ്പറേച്ചർ കൂട്ടി തന്നെ നമുക്ക് തൽക്കാലം കോമ്പൻസേറ്റ് ചെയ്യാം. ഓക്കെ, എഫക്ട് ഓഫ് കാറ്റലിസ്റ്റ് നമുക്ക് നോക്കാം. A catalyst increases the rate of chemical reaction by making available a new lower energy pathway for the conversion of reactants production. കാറ്റലിസ്റ്റിന്റെ പണി എന്താണ്? ഒരു റിയാക്ഷന്റെ ആക്ടിവേഷൻ എനർജി കുറയ്ക്കുക അല്ലേ. അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ നോർമലി പോകേണ്ടിരുന്ന എനർജി പാത്വേന്ന് പകരം ഒരു ലോ എനർജി പാത്വേ കൊടുക്കും. അതിലൂടെ റിയാക്ഷൻ പെട്ടെന്ന് നടക്കും. അതാണ് കാറ്റലിസ്റ്റ് ചെയ്യുന്നത്. ഇറ്റ് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് ഫോർവേഡ് ആൻഡ് റിവേഴ്സ് റിയാക്ഷൻസ് ആണ്. കാറ്റലിസ്റ്റ് എന്താണ് ഫോർവേഡ് റിയാക്ഷന്റെയും ബാക്ക്വേർഡ് റിയാക്ഷന്റെയും രണ്ടിന്റെയും റേറ്റ് ഒരേപോലെ കൂട്ടും. Catalyst lowers the activation energy for the forward and reverse reaction by exactly the same amount. Forward reaction backward reaction activation energy ഒരേ രീതിയിലാണ് catalyst കുറയ്ക്കുന്നത്. Catalyst does not affect the equilibrium composition of the reaction. ഒരു റിയാക്ഷൻ മിക്സ്ചറിന്റെ equilibrium concentration catalyst affect ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തായി? അതുകൊണ്ട് തന്നെ കെ സിയുടെ ടേം എഴുതുമ്പോൾ കാറ്റലിസ്റ്റ് ആ ഇക്വേഷനിൽ വരുത്തതേ ഇല്ല. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഹേബർ പ്രോസസ് ഈ അമോണിയ ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ നമ്മൾ പറഞ്ഞു എക്സോതെർമിക് റിയാക്ഷൻ ആയതുകൊണ്ട് ലോ ടെമ്പറേച്ചർ ആണ് പ്രൊഡക്റ്റ് ഫോർമേഷന് ഫേവർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. പക്ഷെ പറഞ്ഞു ലോ ടെമ്പറേച്ചർ എന്താ റിയാക്ഷൻ റേറ്റ് വളരെ കുറയും. ഇതിനെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നത് നമുക്ക് നോക്കാം. At low temperature, rate decreases and it takes long time to reach the equilibrium. Whereas high temperature gives satisfactory rates but poor yields. ഇപ്പൊ എന്താണ് ലോ ടെമ്പറേച്ചറിൽ നമുക്ക് ഫോർവേഡ് റിയാക്ഷൻ ഫേവർ ചെയ്യും, പക്ഷെ
റിയാക്ഷൻ റേറ്റ് വളരെ കുറവാണ്. പക്ഷേ ഹൈ ടെമ്പറേച്ചറിൽ എന്താ yield കുറവാണ്, റേറ്റ് കൂടുതലാണ്. അപ്പൊ അതിന് സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു പുതിയ കാറ്റലിസ്റ്റ്, ഒരു ആൻ കാറ്റലിസ്റ്റ് നമ്മൾ ഉപയോഗിച്ചു. ഈ ആൻ കാറ്റലിസ്റ്റ് ഉപയോഗിച്ചപ്പോൾ എന്താ പറ്റിയത്? നമുക്ക് റിയാക്ഷൻ ഹൈ ടെമ്പറേച്ചറിൽ റിയാക്ഷൻ നടത്താൻ പറ്റി, അല്ലേ? ഹൈ ടെമ്പറേച്ചർ റിയാക്ഷൻ നടത്താൻ പറ്റി, പക്ഷേ yield സാറ്റിസ്ഫാക്ടറി ആക്കാനും പറ്റി. അപ്പൊ ആ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ നമ്മൾ 500 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ നമുക്ക് എന്താണ് നല്ല yield കിട്ടുന്നതായിട്ട് ഉപയോഗിക്കാൻ പറ്റി. കാരണം സാധാരണ ഹൈ ടെമ്പറേച്ചറിൽ എന്തായി അമോണിയ yield കുറവാവേണ്ടതായിരുന്നു. പക്ഷെ ഇവിടെ ഈ കാറ്റലിസ്റ്റ് ഉപയോഗിച്ചത് കൊണ്ട് മാത്രം നമുക്ക് yield കൂട്ടാൻ പറ്റി. ഓക്കെ, പിന്നെ ഇവിടെ ഈ ഹൈ പ്രഷർ ഉപയോഗിക്കുന്ന ലോജിക്ക് നമുക്ക് 200 അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ് ഉപയോഗിക്കുന്നത്. അതിന് ലോജിക്ക് എന്താ? നമ്മൾ ഇക്വേഷനിലോട്ട് നോക്കാം. ഇക്വേഷനിലോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും പ്രൊഡക്റ്റ് സൈഡിൽ നമുക്ക് 2 മോൾ NH3 ഉള്ളൂ, റിയാക്ഷൻ സൈഡിൽ 4 മോൾ ഉണ്ട് മൊത്തത്തിൽ ഗ്യാസ്. അപ്പൊ ഹൈ പ്രഷർ ഉപയോഗിച്ചാൽ എന്തായി നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞ സൈഡിലേക്ക് റിയാക്ഷൻ ഷിഫ്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഈ കേസിലാണെങ്കിൽ പ്രൊഡക്റ്റ് സൈഡിലോട്ടാണെങ്കിൽ ഷിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അമോണിയ ഫോർമേഷന് ഫേവർ ചെയ്യും ഹൈ പ്രഷറിൽ. ഓക്കെ, അതേപോലെ തന്നെ വേറൊരു ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഹേബർ പ്രോസസ് തന്നെ കോണ്ടാക്ട് പ്രോസസ്, അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡിന്റെ മാനുഫാക്ചറിൽ. ഇവിടുത്തെ KC വാല്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് 10⁻26 റേഞ്ചിലുള്ള KC വാല്യൂ ഉള്ളത്. പക്ഷെ ഇതിന്റെ പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ ഇവിടെ റേറ്റ് വളരെ സ്ലോ ആണ്. അപ്പൊ അവിടെ നമ്മൾ അവിടെ വനേഡിയം പെന്റോക്സൈഡ് എന്ന് പറയുന്ന ഒരു കാറ്റലിസ്റ്റ് ഇതേപോലെ ഉപയോഗിക്കുന്നു. ഓക്കെ, ഇവിടെ നോട്ട് ചെയ്ത് നിൽക്കുന്നത് ഇഫ് റിയാക്ഷൻ ഹാസ് ആൻ എക്സീഡിംഗ്ലി സ്മോൾ K, a catalyst would be of little help. എന്താണ് ഒരു നമ്മൾ ഈ റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ അവിടെ KCയുടെ വാല്യൂ എന്താണ് 10⁻26 റേഞ്ച് വന്നു. അതുകൊണ്ടാണ് നമുക്ക് അവിടെ ഒരു കാറ്റലിസ്റ്റ് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ KCയുടെ വാല്യൂ വളരെ കുറവാണെങ്കിൽ എന്താ നമുക്ക് ഒരു കാറ്റലിസ്റ്റ് ഉപയോഗിച്ചാലും അതിന്റെ റേറ്റ് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ടറി റേറ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്ക് തൽക്കാലം ഇവിടെ കൊണ്ട് നിർത്താം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അയോണിക് ഇക്വിലിബ്രിയം പഠിക്കാം. താങ്ക് യു.